ഹലോ ഗൈസ്, എല്ലാവർക്കും ഇത് വർക്കാൻ രാവിലെ തന്നെ ആയതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഓവർ വോയിസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പോക്കാന്ന്. താല് ഫലാബി അവരൊക്കെ ഉണ്ട്. ഫലാബി ഒന്നും റെഡി ആയിട്ടില്ല, ഫലാബി റെഡിയാണ് എത്ര. അപ്പോൾ ഇതാ ഫലാബി എടുത്ത് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലുള്ള പള്ളിയിൽ തന്നെ ഞാൻ അധികം കൂടുതലായിട്ടാണ്. നാട്ടിലാണെങ്കിൽ നമ്മളെ കോളേമുല ജുമാ മസ്ജിദാണ് ഞാൻ അധികം കൂടാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചാപ്പക്കുള്ള ഈദ്ഗാഹ് കാണാം കേട്ടോ. സലഫി പള്ളിയിൽ നടക്കുന്ന ഈദ്ഗാഹാണ്. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരത്തിന് ശേഷമുള്ള ഖുതുബയാണ് ഇപ്പോൾ കത്തി പോകുന്നത്. നിസ്കാരത്തിന് മുന്നുള്ള നിസ്കാരത്തിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യ സംവിധാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ എടുക്കാനും കഴിയാത്തതുകൊണ്ടാണ് നിസ്കാരത്തിന് ശേഷമുള്ള ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് തന്നെ മഖ്ദൂം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. മഖ്ദൂം ഫറാത്ത് അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു നിസ്കരിക്കുമ്പോൾ. ഉസ്താദ് ഖുതുബയൊക്കെ ഓതുന്നുണ്ട്. അങ്ങനെ നിസ്കാരം ഖുതുബൊക്കെ കഴിഞ്ഞ് എല്ലാവരും പരസ്പരം ഈദാശംസകൾ പറഞ്ഞ് ആലിംഗനം ചെയ്യുകയാണ്. ഇത് നമ്മൾ പള്ളിയിലൊരു ഉസ്താദാണ് കേട്ടോ. അപ്പം എല്ലാവരും മാഷാ അല്ലാഹ് വളരെ ഹാപ്പിയാണ്. ഈ കാണുന്നവർക്ക് നമ്മൾ അനിയന്മാരും ചങ്ങായിമാരും നാട്ടുകാരൊക്കെയാണ് കേട്ടോ. ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും. മാഷാ അല്ലാഹ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇത് നമ്മളെ ഉപ്പയും അതുപോലെ തന്നെ നമ്മളെ അയൽവാസിയും ഖത്തീബാണ് കേട്ടോ. അപ്പോൾ ഖത്തീബ് പുതിയ ഖത്തീബാണ്. മാഷാ അല്ലാഹ് അടിപൊളി ഖിറാഅത്തും പ്രാസംഗികനൊക്കെയാണ്. ആൾ അടിപൊളിയാണ് കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാട്ടോ. നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോകാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കരുത്. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഏകദേശം എല്ലാവരും സന്തോഷം പങ്കിടലൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ പള്ളിൻ്റെ പുറത്താണ് ഇതുള്ളത്. ഇന്ന് നമ്മളെല്ലാവരും ചങ്ങായിമാരും നാട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും ഒപ്പരം നിന്നിട്ട് പള്ളിൻ്റെ മുന്നിലുള്ള ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. അത് നിർബന്ധം കേട്ടോ. നമ്മളെല്ലാ പെരുന്നാളിനും നമ്മൾ നാട്ടുകാരും ചങ്ങായിമാരും എല്ലാവരും ഒരുമിച്ച് കാണണമെങ്കിൽ ഈ ഒരു ഫോട്ടോ പെരുന്നാൾക്കുള്ളൊരു ഫോട്ടോ ആയിരിക്കും കേട്ടോ എല്ലാ പ്രാവശ്യവും. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വീട്ടിലെത്തിയിട്ടില്ല ഇല്ല. നമ്മളെ മഖ്ദൂമുണ്ട്. ഇത് പറക്കറിയും എല്ലാവർക്കും ഇത് മുബാറക്. ഇത് മുബാറക്. ഇത് മുബാറക്. ഇത് മുബാറക്. ഇത് മുബാറക്. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. അടുപ്പ് ഫുഡ് പുറത്തുനിന്നാണ് കേട്ടോ. സ്പെഷ്യൽ ആക്കുന്നത് പുറത്തുനിന്നാണ്. ഈ പ്രാവശ്യം പുറത്തുനിന്നാണ് കേട്ടോ. നമ്മുടെ മഖ്ദൂം ഉമ്മാനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. വിറയിലെടുത്തെടുക്കും. നമ്മളെ ഉമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ആയിട്ടോ മുട്ടാപ്പം. അടിപൊളി സാധനം. നമ്മളെ പ്രോത്തിട്ടുണ്ട്. ഇത് നമ്മളെ നിയാലാണ് കേട്ടോ. അൽവാസിയും നമ്മളെ ഫർസാദിന്റെ ഏക കൂട്ടുകാരനും നിയാൽ. എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം. ഉമ്മ ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയ പുറത്തെ അടുപ്പാണ് കേട്ടോ. അപ്പം അതിനാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് ഉമ്മ ആക്കി പെട്ടുപോയെന്നൊരു സംശയമുണ്ട്. രാവിലെ എന്നാ പറയാനുള്ളത്? ചെറിയൊരു നല്ലതായിട്ട് എല്ലാവർക്കും ഇത് വർക്കല്ല. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഇത് വർക്കല്ല. ഉറപ്പിച്ചില്ലേ? ഓക്കെ, നമ്മൾ ഫലാബിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടേ. ഫലാബി നോക്കുമ്പോ മാറ്റിയിട്ടൊന്നുമില്ല. ഫലാബി എത്തിയിട്ട് ഡ്രസ് മാറ്റി പെരുന്നാളായിട്ട് ഡ്രസ് മാറ്റിട്ട് നമുക്ക് ഡ്രസ് മാറ്റിട്ട് വീഡിയോ എടുക്കാം അല്ലേ. ഇവിടെ നമ്മള് ഫഹന്യാസ് വന്നിട്ടുണ്ട്. ഫഹന്യാസ് നമ്മള് മുണ്ടേരിയോട്ടൊക്കെ ഫേമസ് ആയ ആളാണ്. ഫഹന്യാസ് അവര് എല്ലാവർക്കും ഇത് മാർക്ക് അറിയണം. മുപ്പിന്റെ സ്പെഷ്യൽ പായസം കിട്ടിയിട്ടുണ്ട് കേട്ടാ. അടിപൊളി പായസം. എങ്ങനെയുണ്ട് ഫഹന്യാസ് പായസം? നല്ല ടേസ്റ്റ് ഉണ്ട്. പൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിലൊരു പിന്നെ സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ സൽമാന്റെ ഒറ്റ സുഹൃത്തായ മിസ്റ്റർ തച്ചി. ഹായ് പറയും. എല്ലാരോടും ഇത് പറഞ്ഞു പറയും. സൽമാനോട് എന്താ പറയാനുള്ള? ഇത് പറക്കല്ലേ. സൽമാനോട് പറയും നമ്മളവിടെ ഒരു ദിവസം വരും എന്ന് പറയും. സൽമാൻ ഉണ്ടാവും. എപ്പ ഉണ്ടാവും ചോദിക്കും. എപ്പ ചോദിക്കും എപ്പ ഉണ്ടാവും ചോദിക്കും. കമന്റ് അറിയാൻ വേണ്ടി പറയണേ. സൽമാൻ എന്തായാലും വരും എന്ന് അറിയാൻ പോലെ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇത് ഓക്കെ ബൈ. ഇപ്പൊ ഗൈസ് വന്നവരൊക്കെ പോയി. പിന്നെ ഇവിടെ ആരും റെഡി ആയിട്ടില്ല. 10 മണിയായിട്ടാ. ജുമായ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സ്റ്റക്ക് ആയിട്ടുണ്ട്.
അപ്പോൾ മുപ്പിൽ ഇടുന്ന ഇങ്ങനെ പ്രയാസം നടക്കുന്നതാണ് നടക്കുന്നത്. ഒന്നും റെഡിയാകത്തുണ്ട്. ഫലാബി ഉറങ്ങി. ഇതാ ഫുഡൊക്കെ ഇവിടെ റെഡിയാകുന്നത്രേ ഉള്ളൂ കേട്ടോ. കുക്കറൊക്കെ ഒറ്റ കാര്യക്ക് വേണ്ടി വീശാൻ പോലെ വെക്കുന്നുണ്ട്. ഫലാബി ഉറക്കാണ് കേട്ടോ. ഫലാബി മാറ്റിയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോൾ പോകുന്നത് കാഞ്ചേരി പള്ളിയിലേക്കാണ് കേട്ടോ. ഖബർ സിയാറത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഒരുപാട് ആൾക്കാർ പ്രിയപ്പെട്ടവരൊക്കെ കിടക്കുന്നൊരു സ്ഥലമാണ് കാഞ്ചേരി പള്ളിയിലെ ഖബർസ്ഥാനം. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് സിയാറത്തിന് വേണ്ടിയിട്ട്. നമ്മളെ ഉമ്മാമയും ഉപ്പാവയും അതുപോലെ തന്നെ പെങ്ങളും കാരണവന്മാരും ഉപ്പാപ്പന്മാരൊക്കെ എല്ലാവരും കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് അവിടെ സിയാറത്തിന് ശേഷം നേരെ ഞാൻ പിന്നെ ഉപ്പാൻ്റെ ഖബർസ്ഥാനത്തിലേക്ക് സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോയിട്ടാ പാറപ്പള്ളിൻ്റെ അടുത്ത്. അപ്പോൾ ഇതാണ് പാറപ്പള്ളിയിലെ ഖബർസ്ഥാനം. ഞാൻ സിയാർത്തൊക്കെ ചെയ്തതെന്ന് നമ്മളെ മുത്തുമണിയുടെ റെഡിയായിട്ടുണ്ട്. ഫലവി വലിയ മളയിലിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാത്തുക്കല ഹായ് പറയപ്പാ അറിയൂല ബൊബു കാണാണ്ട ഹായ് പറഞ്ഞ ഹായ് ഇവിടെ ഒന്നും മിണ്ടുന്നില്ല കേട്ടാ. മുഫീദ എല്ലാവരോടും ഇതും പറക്ക്. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കീയുമ്പോൾ കേട്ടോ ഉപ്പിയും അതുപോലെ തന്നെ അരിയും ഫർസാദും പറ്റുന്ന കേട്ടോ. ഉപ്പ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വേഗം എല്ലായിടത്തും കയറിക്കും കേട്ടോ. നമ്മളെ ഫലാബി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാണ് ഡ്രസ്സെല്ലാം മാറ്റി മാഷാള്ള മനസ്സായിട്ടുണ്ട്. അതാ ഉമ്മക്ക് മുഖമില്ല കേട്ടാ. മുഖം കാണിക്കുന്നത് പായസം കേട്ടോ. പിന്നെ വീട്ടിലെ ആളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഫറാദിൻ്റെ ഫാമിലി, എൻ്റെ അനിയൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചന്റെ കൊച്ചൻ, സൽമാൻ ഖാനാണ് മസിൽമാൻ, ഗ്ലാമറിൽ സ്റ്റാർ അമീർ ഖാൻ. മോനെ ആരാണ്? वैष्णव जन तो तेरे तकिए, वैष्णव जन तो ഇത് മുബാറക്. ഇതെല്ലാം സുഖം തന്നെ. എവിടുന്നായിരുന്നു? എവിടുന്നായിരുന്നു? ഇത് വർക്ക് ഇതിന്റെ ഡ്രസ്സോട്ടെ ജുമാലും കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒരു സംഭവം ഉണ്ട്. അത് ഇൻഷാല്ലാ പിന്നെ പറയാം. അടുത്തേക്ക് ചോറ് കൊണ്ടുപോകും. നമ്മൾ 2-3 ചങ്ങായിമാരെ കാത്തിരിക്കുന്നുണ്ട്. ചങ്ങായിമാരെന്ന് പറയാപ്പ നമ്മളിപ്പോ റിവീൽ ചെയ്യുന്നില്ല. ആ സംഭവം ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല, പറയുന്നില്ല, എന്താന്ന് പറയുന്നില്ല. ഇൻഷാല്ലാ പയ്യെ അറിയിക്കും എന്താ സംഭവം. അപ്പൊ അവിടെ നമ്മളെ 2-3 ആളുണ്ട്. അവർക്ക് നമുക്ക് ചോറ് കൊണ്ട് കൊടുക്കാൻ പോകണം. എന്നിട്ട് വന്നിട്ടാക്കി ചോറ് ചെയ്യണം. അതാ നമ്മളെ വീഡിയോ എല്ലാവരും കാണണേ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോക്കാത്. വളരെ ഫുഡ് വേണ്ടേ? ഫുഡിലെടുക്കേ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പെരുന്നാളിൻ്റെ ഫുഡ് കേട്ടോ. ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചത്. അപ്പോൾ ഇൻഷാല്ലാ വലിച്ച് നീട്ടിയിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഒരുപാട് പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ഉണ്ട്. ആമീൻ.